അടുത്ത കിളിക്കൊള്ളി അടുത്ത ആഴ്ചത്തെ പ്രൊമോ റിവ്യൂവാണേ പറയുന്നത്. അങ്ങനെ നമ്മളെ നിധിയാണെങ്കിൽ നമ്മളെ സുധീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. സുഭാഷ് ചേട്ടൻ്റെ കല്യാണം നടക്കാൻ വേണ്ടി സുധീഷാണെങ്കിൽ ശൂലം കുത്തണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ സുധീഷാണെങ്കിൽ നമ്മളെ നിധി പറഞ്ഞില്ലേ, ഇപ്പോൾ എങ്ങനെയും നിധിയുടെ സ്നേഹമൊക്കെ പിടിച്ച് പറ്റണമല്ലോ. അപ്പോൾ ആ ഒരു ഇതിന് നമ്മളെ സുധീഷ് സമ്മതിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും മറ്റെല്ലാവർക്കും പേടിയാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ സുധീഷിന് വേദനിക്കുമോ അങ്ങനെയൊക്കെ ഉള്ളൊരു ടെൻഷൻ എല്ലാവർക്കും ഉണ്ട്. എന്നാലും നമ്മളെ സുധീഷാണെങ്കിൽ നിധി പറഞ്ഞത് കൊണ്ട് ആ ഒരു കാര്യമൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നല്ലപോലെ ശൂലമൊക്കെ കുത്തി അവർ വന്ന നേർച്ചയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മളെ വെളിച്ചപ്പാടാണെങ്കിൽ പറയുന്നുണ്ട്, എന്തായാലും നിങ്ങളെല്ലാവരും എന്നെ കാണാൻ വേണ്ടി ഇവിടെ തറവാട്ടമ്പലത്തിൽ വന്നില്ലേ, അപ്പം എനിക്ക് സന്തോഷവും കാര്യങ്ങളുമായി. ഇനിയിപ്പോൾ നിങ്ങളെല്ലാ കാര്യങ്ങളും നല്ലതുപോലെ നടക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മളെ നിധി പറയുന്നുണ്ട്, ആ സുഭാഷിൻ്റെ കല്യാണക്കാര്യം കല്യാണം എപ്പോൾ നടക്കുമെന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ പറയുന്നുണ്ട്, എന്തായാലും നടക്കാതെ പോയാൽ കല്യാണം നടക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് നടന്നിട്ടും നടക്കാതെ പോലെ ജീവിക്കുന്ന ആ ഒരു ബന്ധവും നല്ലത് ഉറയ്ക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുന്ന സമയത്ത് നമ്മളെ സുധീഷാണെങ്കിൽ ഒരു പെട്ടെന്ന് ഒരു ഞെട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു പിന്നെ നേരെ വീട്ടിലോട്ട് പോകുന്നുണ്ട്. വീട്ടിൽ പോകുന്ന സമയത്ത് നമ്മളെ സുധീഷ് അവിടെ ഇങ്ങനെ പുറത്ത് വന്നിരിക്കുന്ന സമയത്ത് നമ്മളെ നിധി ചോദിക്കുന്നുണ്ട്, സുധീഷ് വേദനയൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടും നമ്മൾ സുധീഷിനാണെങ്കിൽ പസ്പമൊക്കെ ഇട്ട് തടവി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ആണെങ്കിൽ നമ്മൾ ഹരീഷാണെങ്കിൽ പറയുന്നുണ്ട് നമ്മളെ സുധീഷിൻ്റെ അടുത്ത്, സുധീഷ് ചേട്ടാ ഇപ്പോൾ എന്തെങ്കിലും ഏട്ടത്തിക്ക് എന്തോ ഒരു ചെറിയൊരു സ്നേഹവും മാറ്റവും ഒക്കെ കാര്യങ്ങൾ സുധീഷേൻ്റെ അടുത്ത് ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സുധീഷിനാണെങ്കിൽ എല്ലാവരും അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ആണെങ്കിൽ നമ്മളെ സുധീഷാണെങ്കിൽ ഇങ്ങനെ പുറത്ത് വന്നിരിക്കുന്ന സമയത്ത് നമ്മളെ സുധീഷ് നിധിയെടുത്ത് പറയുന്നുണ്ട്, നിധി ആകെ ബോറടിക്കുന്നത്, നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വരാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നിധി പറയുന്നുണ്ട്, ആ നമുക്ക് പോയിട്ട് വരാം, എന്തായാലും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സുധീഷ് അനുസരിച്ചല്ലേ, അപ്പോൾ എന്തായാലും ഞാനും വരാം, നമുക്ക് പോയിട്ട് വരാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളെ നിധി ചോദിക്കും നമ്മൾ എങ്ങനെ പോകുമെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ സുധീഷ് പറയുന്നുണ്ട്, ആ മണിച്ചേട്ടൻ ആണെങ്കിൽ സൈക്കിൾ ഇവിടെ വെച്ചിട്ട് പോയിട്ടുണ്ട്, അതിനകത്ത് നമുക്ക് പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നിധിയും സുധീഷും കൂടെ ആണെങ്കിൽ സൈക്കിളിലൊക്കെ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അതൊക്കെ ഭയങ്കര റൊമാൻറ്റിക് ഒരു രംഗമായിട്ടൊക്കെ കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മളെ നിധി ആണെങ്കിൽ ആദ്യം പുറകുവശത്തിരിക്കുക കേട്ടോ. അപ്പോഴത്തേക്കാണ് നമ്മളെ നിധി വീഴാൻ പോകുമ്പോഴത്തേക്കും അതിൽ പോന്നിട്ട് ചേച്ചി പറയുന്നുണ്ട്, മോളെ ഈ റോഡ് അത്ര നല്ലതല്ല, മോളാണെങ്കിൽ ഫ്രണ്ടിൽ കയറി ഇരിക്കാനൊക്കെ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ, സുധീഷിനാണെങ്കിൽ ഡബിൾ ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നിധി ഫ്രണ്ടിലിരുന്ന് നിധിയും വെച്ചോണ്ട് സൈക്കിളൊക്കെ ഓടിച്ചുകൊണ്ടൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ സുധീഷാണെങ്കിൽ അങ്ങ് എൻജോയ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. സൈക്കിൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ നിധിയുടെ മുടിയൊക്കെ ഇങ്ങനെ പറന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ സുധീഷാണെങ്കിൽ മുടിയൊക്കെ ഇങ്ങനെ മണപ്പിച്ചൊക്കെ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഭയങ്കരമായിട്ടൊക്കെ റൊമാൻറ്റിക് രീതിയിലൊക്കെ നമ്മൾ സുധീഷ് സൈക്കിളൊക്കെ ചവിട്ടി പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ നിധി പറയുന്നുണ്ട്, സുധീഷ് നമുക്ക് തിരിച്ച് വീട്ടിൽ പോകാമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ സുധീഷിന് ഭയങ്കര സങ്കടമാവുന്നുണ്ട് കേട്ടോ. അപ്പം പിന്നെ എന്തായാലും പോയാലേ പറ്റത്തുള്ളൂ. അങ്ങനെ സുധീഷ് തിരിച്ച് വീട്ടിലോട്ടൊക്കെ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെ വീട്ടിലെത്തിയിട്ട് നമ്മൾ സുധീഷാണെങ്കിൽ ഇങ്ങനെ സൈക്കിൾ പിടിച്ചുകൊണ്ടിരിക്കും. അപ്പം നമ്മളെ നിധിക്ക് ഇറങ്ങാനും പറ്റുന്നില്ല. അപ്പം നിധി പറയുന്നത്, സുധീഷ് കൈമാറ്റെങ്കിലേ എനിക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ സുധീഷ് കൈമാറ്റി കൊടുത്ത് നമ്മൾ നിധിയാണെങ്കിൽ ഇറങ്ങിയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് സുഭാഷേട്ടനാണെങ്കിൽ ചാന്ദിനിയും കൂട്ടിയിട്ട് പുറത്തോട്ടൊക്കെ കറങ്ങാനൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പം അവരെയും കുറച്ച് റൊമാൻറ്റിക്കൊക്കെ ആയിട്ടുള്ള രംഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം എന്തായാലും ഇപ്പോൾ വന്ന സ്ഥിതിക്ക് ഇപ്പോൾ നമ്മളെ സുഭാഷേട്ടനും ചാന്ദിനിയുമായിട്ട് നല്ല രീതിയിൽ അടുപ്പമായി. അതിനൊക്കെ നമ്മളെ നിധിയും സുധീഷുമായിട്ടും നല്ല രീതിയിൽ ഇങ്ങനെ അടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അവർ നല്ല ഹാപ്പി ആയിട്ടൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് അടുത്ത ആഴ്ചത്തെ പ്രൊമോ റിവ്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഉള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.